കെപ്പിൽ ഇതാണ് ഷാഫിക്ക് നേരിടേണ്ടി വന്നതിൽ ഡിവൈഎഫ്ഐയുടെ ഇത് ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണമാണ് കേട്ടത്. അദ്ദേഹം പറയുന്ന അനുസരിച്ചാണെങ്കിൽ അതിൽ നിയമപരമായിട്ട് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തു പോകേണ്ടതുണ്ട്. പക്ഷേ അപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്നത് എങ്ങനെ ആൾ മാറി എന്നുള്ളതാണ്. മാത്രവുമല്ല അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചത്, ഞാൻ നേരത്തെ ഷാനിബിനോട് ചോദിച്ചതുപോലെ സ്റ്റാൻഡിലുണ്ടായിരുന്ന ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ എങ്ങനെ ഇവിടെ എത്തി, ഒരു സ്റ്റില്ല് മാത്രമല്ല, അപ്പൊ സ്റ്റില്ലാണെങ്കിലും അദ്ദേഹം അവിടെ എത്തി എന്നുള്ളതിന്റെ തെളിവ് മാത്രമാണ്. എങ്ങനെ നിയമപരമായിട്ട് നീങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്? ഇതിൽ എന്ത് പ്രതിഷേധം? കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറുതായിട്ടൊന്ന് തണുത്തുപോയ പ്രതിഷേധമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അത് എങ്ങനെ ഇനി ഉയർത്താം എന്നാണ് ആലോചിക്കുന്നത്? ഞങ്ങൾക്ക് വളരെ വിനയത്തോടുകൂടി ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, അവതാരകയോടും ചോദിക്കാനുള്ളത്, ജാനകിയോടൊക്കെ ചോദിക്കാനുള്ളത്. ഞങ്ങളിപ്പോ ഒരു പേര് പറഞ്ഞു, ഓക്കെ, ഞങ്ങൾ മുൻപ് ഒരു പേര് പറഞ്ഞു എന്നൊക്കെ. കേരളത്തിലെ ആഭ്യന്തരമന്ത്രി യൂത്ത് കോൺഗ്രസ് ആണോ? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ മുമ്പിൽ കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പാർലമെന്റ് മെമ്പറായ ഒരു ജനപ്രതി ആക്രമിച്ചാൽ അതിൽ സത്യസന്ധമായിട്ട് അന്വേഷണം നടത്തി കുറ്റവാളികളെ കൊണ്ടുവരേണ്ട ഒരു ആഭ്യന്തര വകുപ്പാണ്. ആഭ്യന്തര വകുപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടെയുള്ളവ പുറത്തു കൊണ്ടുവരേണ്ടി വരുന്നത്. പിന്നെ ഡിവൈഎഫ്ഐയുടെ ഷാനിയുടെ പറഞ്ഞത് ഇപ്പൊ ഒരു സ്ഫോടന കഥ ഉണ്ടാക്കിയിട്ടുണ്ട്. അതില് പോലീസ് പറയുന്നു പ്രകടനത്തിൽ നിന്നാണ്. ഡിവൈഎഫ്ഐ പറയും അത് ആദ്യം പോലീസ് അല്ലട്ടോ കഥ പറഞ്ഞത്, ആദ്യം പറഞ്ഞത് SK സതീഷാണ്. അതിനുശേഷമാണ് പോലീസ് ആ കഥ പറഞ്ഞത്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ബിൽഡിങ്ങിന്റെ മുകളിലാണ് ബോംബെറിഞ്ഞു എന്നാ പറഞ്ഞത്. അപ്പോ ഇത്തരം കാര്യങ്ങളിൽ പോലീസിനും കൃത്യമായിട്ടുള്ള നിലപാടുകളില്ല. അതിന്റെ പേരിൽ ഞങ്ങളുടെ സാധാരണ പ്രവർത്തകന്മാർക്കെതിരെ കേസെടുക്കുന്നു. ഇവിടെ MP ആക്രമിക്കപ്പെട്ടിട്ട് ഈ സമയം വരെ, ഞങ്ങളിപ്പോ സംസാരിക്കുന്ന ഈ സമയം വരെ ഒരു ഉദ്യോഗസ്ഥനെതിരെ പേരിന് പോലും നടപടി സ്വീകരിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പ്രിയ ഷാഫി പറമ്പിൽ MP എന്നെ ആക്രമിച്ചു. അതെന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളതാണ്. അതായത് ഇതുവരെ അടിച്ചയാളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, പോലീസ് മൊഴി പോലും എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ആ ലാഗ് വരുന്നു? ആ ലാഗ് വരുന്നത് ചോദ്യം ചെയ്യേണ്ടതല്ലേ? അപ്പോഴാണ് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് പോലെ മറ്റാളുകളുടെ പേര് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കേസിൽ തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാകില്ലേ? സോറി, കേട്ടില്ല, വ്യക്തമായില്ല. അതായത് ഈ ലാഗ് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ്. ഇതുവരെ ഷാഫി പറമ്പിലിന്റെ മൊഴി എടുത്തിട്ടില്ല, അടിച്ചയാൾ ആരാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണം എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. യാതൊരു താല്പര്യവുമില്ലാതെ അന്വേഷണം നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അത് ഇപ്പോൾ ഉയർത്തുന്ന ആരോപണങ്ങൾ, പുതിയ ആളുകളുടെ പേരുകൾ വരുമ്പോൾ കൂടുതൽ ലാഗ് ആവാനല്ലേ സാധ്യത? അല്ല, താല്പര്യങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിൽ കൃത്യമായ രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്നുള്ളത്. ഒരു പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ട് ഇപ്പം SP പറഞ്ഞത് AI സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. AI സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് 24 മണിക്കൂർ ഉള്ളിൽ പോലീസ് ഉദ്യോഗസ്ഥനെ തിരിച്ചറിയാൻ പറ്റുമല്ലോ. ഈ സമയം വരെ അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലല്ലോ. അപ്പൊ MP-യുടെ പരാതി വേണം നിർബന്ധമില്ലല്ലോ. MP-ക്ക് എന്തായാലും ആക്രമിക്കപ്പെട്ടു, MP-യുടെ മൂക്ക് തല്ലി പൊടിച്ചു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കും ഇല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ജനപ്രതിക്കെതിരെ ആക്രമിക്കുമ്പോൾ അത് മാത്രമല്ല, ഒരു MP-യെ പോലെയുള്ള ഒരു മുതിർന്ന ജനപ്രതി ആക്രമിക്കുമ്പോൾ ആ ആക്രമിച്ച പ്രതിയെ കണ്ടെത്താൻ പോലീസിന് ബാധ്യതയില്ലേ? ആ ബാധ്യത പോലീസ് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രയാസങ്ങളൊക്കെ അവസാനിപ്പിക്കും. അത് എന്തുകൊണ്ടാണ് MP-ക്ക് ഇങ്ങനെ വന്ന് പറയേണ്ടത്? അത് തന്നെ കേരളത്തിന് അപമാനകരമാണ്. ഒരു ജനപ്രതിക്കെതിരെ ആക്രമണം നടത്തിയിട്ട് ഇപ്പൊ ഡിവൈഎഫ്ഐയുടെ നേതാവ് പറഞ്ഞു അദ്ദേഹത്തിനെതിരെ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണം. ആരാണ് നടപടി സ്വീകരിക്കേണ്ടത്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പാണ് നടപടി സ്വീകരിക്കേണ്ടത്. ആ ആഭ്യന്തര വകുപ്പ് നടപടി സ്വീകരിക്കാതെ MP ഒരു തെളിവുകൾ കൊണ്ടുവരുമ്പോൾ അതിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നതിന് പകരം അതിൽ കൃത്യമായ അന്വേഷണം നടത്തി ഏതായാലും പോലീസുകാരാണ് ആക്രമിച്ചതെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. ലാത്തി കൊണ്ടാണ് അദ്ദേഹത്തിന് മൂക്കിന് അടിയിട്ടിയൊന്നും തർക്കമില്ലല്ലോ. അപ്പൊ ആ തർക്കമില്ലാത്ത സ്ഥിതിക്ക് അത് ആരാണ് കണ്ടുപിടിച്ച് അതിന് കൃത്യമായ ശിക്ഷ കൊടുക്കണം. ആ സമയത്ത് അതിൽ ആഭ്യന്തര വകുപ്പ് ഒരു മറുപടി നൽകേണ്ടതാണ്. കാരണം താങ്കൾ പറഞ്ഞതുപോലെ ഒരു ജനപ്രതിനിധിയാണ് അത്തരത്തിൽ ആക്രമിക്കപ്പെട്ടത്.